നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 206.56 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 9 സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ആകെ 4654.60 കോടി രൂപയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി അനുവദിച്ചത്. വയനാട് പുനർനിർമ്മാണത്തിന്റെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. കേരളം പുനർനിർമ്മാണത്തിനായി 2221 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യഘട്ട ചർച്ചകളിൽ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 206.56 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നായിരുന്നു ആദ്യ ചർച്ചകളിൽ അറിയിച്ചിരുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടുള്ള അന്തിമ ചർച്ചയിൽ പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി ആയിരുന്നു. രാജ്യത്തെ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി 2444.42 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്തിന് പുറമെ 10 നഗരങ്ങൾക്കാണ് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചിരിക്കുന്നത്. അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുള്ളത്. പദ്ധതിയുടെ 90% ചെലവ് കേന്ദ്രവും 10% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. അസമും ഇതിൽ ഉൾപ്പെടുന്നു. വയനാട് ദുരന്തത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ച തുക ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ കുറവാണെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്.